സൂരജ്, രാവിലെ മുതൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശരീരങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. 1.5 വയസ്സുള്ള കുഞ്ഞു മുതൽ പല പ്രായത്തിലുള്ളവർ, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ചേതനയറ്റ ശരീരങ്ങളായി അവരുടെ വീട്ടിലേക്ക് മടങ്ങുന്ന കാഴ്ച ബന്ധുക്കൾ ഏത് രീതിയിലാണ് ഇതിനെ കാണുന്നതെന്നുള്ള കാഴ്ചയൊക്കെ കണ്ടു. ഒപ്പം തന്നെ വിവിധ രാഷ്ട്രീയ നേതാക്കൾ അവിടേക്ക് എത്തിച്ചേരുന്നു. അതിൽ ഇന്ന് വന്നതിൽ എടപ്പാടി പളനിസ്വാമി പോലീസിൻ്റെ വീഴ്ചയാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയതെന്ന് മനസ്സിലാക്കുന്നു. വേണ്ട മുൻകരുതലുകൾ എടുക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്ന് പറയുന്നു. ഇപ്പോഴും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുകയാണോ? 13 പേരുടെ പോസ്റ്റ്മോർട്ടം ആയിരുന്നല്ലോ രാവിലെ കഴിഞ്ഞിരുന്നത്. വിവിധ രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും അടക്കമുള്ളവർ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം ഇവിടെ ഇപ്പോൾ ഒരു സെക്യൂരിറ്റി സംവിധാനം, അതായത് പോലീസിന്റെ ഭാഗത്തുനിന്നൊരു ക്ലിയറൻസ് വന്നിട്ടുണ്ട്. ആരോ ഒരാൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ മന്ത്രിമാരടക്കമുള്ളവർ എത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ ആളുകളെ നീക്കാറുള്ളത്. എന്തായാലും അതാ ഇപ്പോൾ ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ, അതായത് ഇപ്പോൾ 26 മൃതദേഹങ്ങൾ ഇതിനോടകം പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കിക്കൊണ്ട് ഇപ്പോൾ വിട്ടു നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ള മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം ഈ മൃതദേഹങ്ങളെല്ലാം വിട്ടു നൽകിയതിനു ശേഷം സൂരജ് സജിയാണ് അവിടുന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സൂരജ് ഇപ്പോൾ പറയുകയായിരുന്നു, കൂടുതൽ പോസ്റ്റ്മോർട്ടങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അത് കഴിയുന്നതനുസരിച്ച് ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യുന്നു. ധാരാളം ബന്ധുക്കൾ അവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ സങ്കടവും കരച്ചിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടി സുരക്ഷ കർശനമാക്കുകയാണ്. ഒരു നേതാവ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അത് മന്ത്രിമാരാകാനാണ് സാധ്യത. മന്ത്രിമാർ വരുമ്പോഴുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ നടപ്പാക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ സൂരജ് സജി അവിടെ നിന്ന് നൽകുന്ന വിവരം. ദുബായിലെ ആ ഒരു പ്രോഗ്രാം ക്യാൻസൽ ചെയ്ത് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും ഇന്ന് അവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോഴാണ് അദ്ദേഹം എത്തിച്ചേരുക എന്ന് അറിയില്ല. എന്തായാലും ഇന്ന് അദ്ദേഹം അവിടെ എത്തിച്ചേരും. ആ മട്ടിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ എത്തിയിരുന്നു. അപ്പോൾ കൂടുതൽ നേതാക്കളെ അവർ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു വശത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു. 26 പേരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. പലരുടെയും മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങി സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ വലിയൊരു സുരക്ഷയുണ്ട്. ഒരു നേതാവ് അവിടെ എത്തിച്ചേരും എന്ന പ്രതീക്ഷയാണ്. അതാരാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. രാവിലെ മുതൽ തന്നെ, ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ, ഈ സംഭവം ഉണ്ടായപ്പോൾ മുതൽ തന്നെ സെന്തിൽ ബാലാജി അവിടെ എത്തിച്ചേരുന്നു. അതിനുശേഷം DMK-യുടെയും AIADMK മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അവിടെ എത്തിച്ചേരുന്നു. ഇങ്ങനെ വിവിധ നേതാക്കൾ അവിടെ എത്തുകയും പല നടപടികളും എടുക്കുന്നുണ്ട്. പോലീസ് മേധാവി അടക്കം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.